അലുവാതുൽ കൊടും ക്രൂരനെന്ന് കൊല്ലപ്പെട്ട ജിം സന്തോഷിന്റെ അമ്മ ഓമന ന്യൂസ് മലയാളത്തോട്. തുറന്നു കഴിഞ്ഞാൽ കൊലപാതകവും അക്രമവും മാത്രമാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, കരുനാപ്പള്ളിയിൽ നടന്ന കൊടും ക്രൂരത നമ്മുടെ തൊട്ടപ്പുറത്താണ്. ഈ അലുവ അതുലിനെ അറിയാം, നമ്മുടെ നാട്ടിലുള്ള പിള്ളേരല്ലേ. ഈ അലുവ അതുൽ കൊന്നത് ജിം സന്തോഷ് കൊന്നത് പങ്കജ് മേനോനോ അങ്ങനെ കണ്ടു പറഞ്ഞ. അപ്പൊ ഇതൊരു ബെൽറ്റാ. ഇനിയിപ്പം ഇവരിറങ്ങുമ്പോ അവരുടെ ആൾക്കാർ കൊല്ലും. അതൊരു കൗതുകമല്ലേ? അത് കൊല്ലം ജില്ലക്കുള്ള ഞങ്ങളുടെ ജില്ലയുടെ ഒരു അടിസ്ഥാനം. ഇതൊക്കെ എന്തോ പറഞ്ഞാലും കൊല്ലം ജില്ലയുടെ മണ്ടയ്ക്കോട്ട് എടുത്തിടും. പല്ലുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു തരാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കിലെ ഒരായത്തുണ്ട്. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. ഈ ഒരു ആയത്ത് പല്ലിൻ്റെ ഏത് ഭാഗത്താണോ വേദന ആ ഭാഗത്ത് ടച്ച് ചെയ്ത് 7 പ്രാവശ്യം മന്ത്രിച്ചു കഴിഞ്ഞാൽ പല്ലുവേദന ശിഫയാകുമെന്ന് ഹബീബായി നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർത്തുബി തങ്ങളും ഇമാം സുയൂത്തി തങ്ങളും എല്ലാം ഇതിനെ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മതതീവ്രവാദമായി പോവും. ഈ മുസ്ലിങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ പറഞ്ഞുള്ളതാണ്. പല്ലുവേദന ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുവേദന മാറുമോ? അങ്ങനെയാണെങ്കിൽ ദന്താശുപത്രിയൊക്കെ എന്തിനാ? പല്ല് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അള്ളാടെ പേരും പറഞ്ഞുള്ള പരിപാടി നിർത്തിക്കോ. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ സോറി പൊന്നേ. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഒന്നുമില്ല അങ്ങോട്ട് ചർച്ച ചെയ്യാൻ. അമര നമ്മുടെ കല്യാണം എപ്പോഴാ? അമരന്റെ കൊട്ട. ഇതിനിങ്ങനല്ല പാട്ട് കൊടുക്കണ്ട. തണ്ടയില്ലാത്തവനാണേ ഡാഡിയില്ലാത്തവനാണേ പട. വില കൂടുതലമ്മ, ഇതിന് വില കുറവാ. അത് നല്ല ഓമനത്തുണ്ടമ്മ. അമ്മ ഇത് മതിയമ്മ, ഇത് മതി അമ്മ, ഇത് മതി. സ്വന്തം തന്തയല്ലല്ലോ പിന്നെ എന്തു ആകാലോ അവർക്ക്. അതിനുള്ള കമന്റിനുള്ള ഒരു റിപ്ലൈ ആണ് ഈ വീഡിയോ. ഇത് വൈബ് ഫാമിലി. ഐ റെസ്പെക്ട്. അച്ഛനും അമ്മയും മോളും എല്ലാം ഒരേ വൈബ്. ഒരു 10 ഫാമിലി എടുത്താൽ അതിലൊന്നൊക്കെ കാണത്തുള്ളൂ ഇങ്ങനെ അല്ലേ. ഒരേപോലെ 2 ആൾക്കാരുടെ കൂടെയും അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമല്ലേ. എനിക്കൊക്കെ അച്ഛൻ എന്ന് പറയുമ്പോൾ പേടിയാണ്. ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. ചർച്ചകൾ ചെയ്യാനായിട്ട് വിഷയങ്ങളൊന്നുമില്ല. ജിയുടെ കീഴിൽ ഞങ്ങൾക്കൊരു റിസർച്ച് ടീം ഉണ്ട്. ഒരുപാട് പേരുടെ ഷുഗർ ഇതുപോലെ മാറിയിട്ടുണ്ട്, ക്യാൻസർ മാറിയിട്ടുണ്ട്. പിന്നെ ഷുഗർ മാറുന്ന പഞ്ചാര കുറച്ചപ്പോരെ. എന്റെ അമ്മ പറഞ്ഞ പോലെ ഇത് അനുഭവിച്ചറിയേണ്ടതാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനുഭവിച്ചറിയേണ്ടതാ. കാരണം 45 മിനിറ്റ് സൂര്യന്റെ മുമ്പിൽ പോയി ധ്യാനിച്ച്, കണ്ണടച്ച് സൂര്യനെ ധ്യാനിച്ച് ഗുരുജി പറയുന്ന അനുസരിച്ച് അതിന് ഗുരുജിയുടെ ശിഷ്യത്വം വേണം. വെറുതെ പോയി സൂര്യന്റെ മുമ്പിൽ ഇരുന്നാൽ കരിഞ്ഞു പോവും. ഇപ്പൊ രാമായണത്തിൽ തന്നെ പറയേണ്ട രാമായണത്തിൽ പോയിരുന്നു പറയല്ലേ. നല്ല കാണുമ്പോൾ നല്ല ബോധമുള്ളൊരു കുട്ടിയാണല്ലോ. എന്തോ പറയട്ടെ. എല്ലാവരും ഇപ്പൊ സൂര്യനെയാണ് കേട്ടോ പിടിച്ചേക്കുന്നത്. നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഒരു ഗാനം കാണും. എൻ്റെ പാട്ട് പാടുമ്പം അടിപൊളിയാണെന്ന് ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് ഊക്കുവാന്ന്. രണ്ടാമത് അങ്ങനെ ഒരു വീഡിയോ പാടിയിട്ടപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. എന്നാലും എനിക്ക് ഡൗട്ട് ഉണ്ട് എന്നെ ഊക്കുവാണോ എന്ന്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അടുത്ത ചേട്ടാ ഒരു 4 എണ്ണം. ഇക്കാച്ചിയുടെ ഓരോരോ കുറുമ്പുകളാണ്. സൂര്യന്റെ സഹായം ഇല്ലെങ്കിൽ ചേട്ടന്റെ പേര് പോലും പറയാൻ പറ്റില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ. മൂണിന്റെ സഹായം ഇല്ലെങ്കിൽ ചേട്ടന് ഇമ്മ്യൂണിറ്റിയും കിട്ടില്ല. നക്ഷത്രങ്ങളാണ് നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ചേട്ടനൊരു ഗേൾ ഫ്രണ്ടിന്റെ മെസ്സേജ് വന്നാൽ ചേട്ടന്റെ മാനസിക നില മാറുമോ? മാറോ ഇല്ലയോ? ഒരു മെസ്സേജ് വന്ന വീട്ടിലിരിക്കുന്ന ഗേൾ ഫ്രണ്ട് അല്ലല്ല നിർദോഷമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബഹുമാനിക്കുക വേണ്ടത്. റെഡി? ഓക്കെ റെഡി.
എന്റെ പൊന്നു സ്വാമി, നോർവേ എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 മാസം സൂര്യനേ ഇല്ല. അപ്പൊ അവിടുത്തെ എന്തോ ചെയ്യും? ഇങ്ങനെ എന്തെങ്കിലും പവറൊക്കെ കാണും, പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സങ്കടം വന്ന എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് വേഗം മനസ്സിലാകുമായിരിക്കും. സങ്കടങ്ങളുണ്ടോ? അങ്ങനെയല്ല, വലിയ സങ്കടങ്ങളല്ലേ ഇപ്പൊ സങ്കടം ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ആർക്കും സങ്കടം ഇല്ലായിരുന്നു ആ പ്രായത്തില്? ബിരിയാണി ലൈക്ക് പീസ് കിട്ടിയില്ല. അതിപ്പോഴും അതൊക്കെ നമ്മളെ ഞാൻ പറയണ ഇപ്പൊ ഉള്ള ഇതിലെന്താ കഴിഞ്ഞ അടുത്ത കാലത്ത് ഒരു സങ്കടം എന്താ മനസ്സിൽ തോന്നിയത്? വേദന ഇതിപ്പോ ചേട്ടൻ അല്ല അറിയാനുള്ള ഇപ്പൊ സങ്കടം എന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക് ഭയങ്കര മനസ്സിന് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഭയങ്കര മനസ്സിലുണ്ടാക്കി. നമുക്ക് എന്ത് നമുക്ക് പറയണം, ഒരാളുടെ ഒരു പാവ കൊച്ചിനെ ഇരുത്തി നോക്കുക. പക്ഷെ അവള് എന്താ പറയാ, ഭയങ്കര പക്വതയുള്ള ഒരു കുട്ടി ആയതൊരു തെറ്റാണോ? ഇവിടെ ഇപ്പൊ എന്തോ പറഞ്ഞാലും ശരിയും തെറ്റും ഒക്കെ നിയന്ത്രിക്കുന്ന എന്നെ പോലുള്ള കുറെ അമ്മമാരല്ലേ. പിന്നെ എങ്ങനെ ഈ നാട് നന്നാവുന്ന? കരടി 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 ഒന്നി പീഡിപ്പിക്കാൻ, അല്ലെ ആരെല്ലാം എടുത്ത് പൊക്കാൻ. ചേച്ചി വെള്ളം കുടിക്കാൻ തരുമോ? ചിരി വരുന്നു, തെറിയൊക്കെ പറയുന്നു. ഞാൻ തെറി പറയത്തില്ല. അയ്യേ, രണ്ടാമ്പിള്ളേരില് ഇളയ മോന് ഇച്ചിരി അല്ല അനിതയല്ല, സത്യങ്ങൾ ജനങ്ങൾ അറിയണം. അപ്പോഴും അഭിലാഷേട്ടൻ അപ്പോഴാ ഇതൊക്കെ ഏതാ വേറെ യൂണിവേഴ്സാ, നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കൈയടിക്കും. കാവ്യമാധവൻ ചേച്ചിയുടെ സൗണ്ട് ഒരു മിമിക്രിക്കാരൻ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് എടുത്തു തുറക്കടാ. ഒറ്റ വോയിസിലാണ് ജനങ്ങളെ കാവ്യമാധവനാണെന്ന് മനസ്സിലാവും. ഒറ്റ വോയിസിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതുപോലെ ഒരു അച്ഛനില്ലാത്ത കൂട്ടുകാരനുണ്ടായിരുന്നു. എന്താ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യും. അവൻ കാരണമാണ് ഞാൻ ആദ്യം അകത്തായത്. അയ്യോ, മറ്റ് ചർച്ചകളൊന്നും ഇതെന്താ? ഇതിനിടയ്ക്ക് കോൺഗ്രസിൽ ഇതൊന്നും പോയിട്ട് പിന്നെ ഇതിൽ വന്നിട്ടുണ്ട് ഗുണമെന്ന് പറയാതെ തന്ത്രം കള്ളന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയോണ്ട് ഞാൻ വേണ്ടി ചാടി. പിന്നെ ഏമാര് കള്ളനെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. മൈരെ പോകാം അവിടെ നിന്ന്. ഈ അഖിൽ മാരാര് ഈ വർഷം ഏതോ പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് പോലെ ആയിരിക്കത്തില്ല, കുറച്ചും കൂടെ കഠിനമായിരിക്കാനാണ് സാധ്യത. നമുക്കൊരു ഗാനത്തിലേക്ക് പോവാം. എൻ്റെ പാട്ടെല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇന്നൊരു കരോക്കെ ഇട്ടാ പാടാൻ പോകുന്നത്. കഥകൾ. താങ്ക് യു, ലവ് യു.